ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത പൊടി. എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? ആ യമുനറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുന ഒന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങൾ നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തെണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, 3 കത്തിവേഷങ്ങള്. നീ ഒന്ന് പോടി കൊച്ചേ. നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങേണ്ട അസൂയാവും. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടുത്തിമാര് പിണക്കണ്ട കേട്ടോ. ഹലോ ഹലോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവള് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം ഇൻ. Terrific balance. வாங்க வாங்க. நான் யூசுவலா ஹோட்டல்ல தான் தங்குவேன். This is a new experience. இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்களே. എன்னாச்சு? ഏയ് ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ. പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി? ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് നിറയെ ഇരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്തൊരു കുപ്പിവള? எனக்கு அதுதான் பிடிக்கும். നല്ല മാല, വൈരം തന്നെ. സാധാരണ മുത്തുമാല. And it's going to be a 6. So long on, no question about that. ഹായ്, ടെൻഡുൽക്കർ 6. உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ? ഞങ്ങൾ എന്ന് കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? ഓ, എല്ലാ ടിവി ഒരേ സൈസാ. അതല്ല, ഇത് 29 ഇഞ്ചസ്. ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 minute. See the cricket. ഹലോ. വയറിങ്ങില്ലാത്ത ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ? സ്വർഗമില്ലേ സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞതന്നെല്ലടി? ആ, ഏതാണ്ട് അതുപോലത്തെ. യമുനാറാണിയുടെ ചേച്ചിയാ. ആയ. ആയ? അപ്പൊ ഹിന്ദി അറിയാല്ലേ? അച്ഛി മേ കൗസല്യാഹും. ഗയാ. മണ്ണാൻ കട്ട. 2 പേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല, സർവന്റിന്റെ അർത്ഥം. ഓ, ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നരുത്. മാനേഴ്സ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്. നാണക്കേടാ. യമുന വരുന്നുണ്ട്. ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. तेंदुलकर आउट. आकिब जावेद की पहली ही गेंद पर. ഓക്കെ സർ, ഓക്കെ, കണ്ടിപ്പാ. ടെൻഡുൽക്കർ സിക്സറാ? ഓ മൈ ഗോഡ്, ടെൻഡുൽക്കർ ഔട്ട്. இதுக்காக நீங்க சிரிச்சிட்டு இருக்கீங்க? நீங்க பாகிஸ்தான் சைடா? ഓ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. അയ്യോ, എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി? കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. അടുപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു.
സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിനെ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? പോഹാമിരുന്നത് ரொம்ப நல்லது. നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കില്ല, അതുതാ വേണം. ഒരു സിനിമയിൽ കളിച്ചാ എത്ര രൂപ കിട്ടും? 10 ലക്ഷം വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ. அப்படிலாம் ஒண்ணும் இல்ல. ஓகே, உங்களை எல்லாரையும் எனக்கு ரொம்ப பிடிச்சு போச்சு. ஐ லைக் யூ ஆல் வெரி மச். ஒரு நாளைக்கு நான் உங்க வீட்டுக்கு வரேன். അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കുന്നും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നെ വരക്കൂടാതാ? അയ്യോ വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ. സൺഡേ വരെ. തീർച്ചയായും വരുവോ? ഷുവർലി. அந்த 3 பெண்கள் கௌசல்யா, ஆனந்தவல்லி, இந்துமதி இங்கு வந்தார்கள். கிராமத்து பெண்கள், படிக்காதவர்கள் என்றாலும் நல்லவர்கள், கலங்கமில்லாதவர்கள். அவர்களோடு பேசிய போது மனதுக்கு எவ்வளவு நிம்மதி. அடுத்த சண்டே அவர்கள் வீட்டுக்கு போக வேண்டும், நிச்சயமாக போக வேண்டும். നമ്മുടെ വീട്ടിലേക്കോ? കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നമ്മുടെ 5 മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കാൻ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ? കുന്നത്തിലാണോ അവനെ ഇരിക്കുന്നത്? എത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിൽ ഊതുന്ന കുഴല് പോരെ? തമാശകളാ. ക്രിക്കറ്റ് കാണുന്നോളാ യമുന. അതിനിവിടെ ഒരു TV ഉണ്ടോ? ഉണ്ടോന്ന്? ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ, പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. TV. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈല്. ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണെന്ന് വാടക വീടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്താ. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമുന അറിഞ്ഞ മോശമല്ലേ? ആനന്ദം, 2 കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ? ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ ആനന്ദം? അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവ അമ്മാവനും പാവം മോനും. എന്ന് നോക്കി ഇനി ഒന്നുകൂടെ നോക്കി. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് എന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദം, നീ തട്ടിത്തറഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇതാർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പിറക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ എന്തു വെറുതെ കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്. എന്റെ തലവേദി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു അപേക്ഷയുണ്ട്. നീ യമുന റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലായിപ്പോയി. എന്നാലും പറയൂല. ഔ. എവിടെ അത്? ഇതാ
അയ്യോ ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര് നീലി വൃങ്കാതിയുടെ മോഡല ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ. പിന്നെ പയ്യൻ യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. ആഹാ, അപ്പൊ സകല ചരിത്രം അറിയാല്ലേ? പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ. യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേയ്, ഈ മൊട്ടത്തില കണ്ട എനിക്കല്പം പ്രായക്കുള്ളു തോന്നിക്കോടേ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാങ്കൂട്ടി എടുത്തു നിന്നാ മതി. മഴ മഴ കുട കുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന് ദിലീപ് കുമാറിനെ കിട്ടുമ്പോ ദിലീപ് കുമാറിന്റെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാമെന്ന് തന്നെ. പ്രായം ശരീരത്തിനുണ്ട്, മനസ്സിനില്ലടേ. ഇവൾ എത്രയില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ നാണല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. എനിക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനെയല്ല, ഒരു കലാകൃതിയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവിൽ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന്. അതൊക്കെ ഒരു തമാശല്ലേ. ദേ ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല. ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായ കൂടുതലില്ലേ? മുണ്ട് നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പാ. ഓ പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ. എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങൾ സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എവിടുന്നാ ചേച്ചി? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരുമോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം ഇല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? സമ്മതിച്ചു. എന്നാ ഇതൊന്ന് കെട്ടിത്താ. അയ്യോ, ഇറക്കല്ലേ. മോളെ വേമ്പോ റെഡിയാകെ. ആഹാ, ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ. ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാര്യം. അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ധൈര്യപ്പെട്ട് വന്നോളൂ, ഞാൻ യമുനെ പരിചയപ്പെടുത്തരാം. ഓക്കെ. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ട് മടുത്തില്ലടാ. മൊബൈല് ഇത് പെണ്ണുകടയിൽ ഇരുന്നാ നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ, ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രൻ, എല്ലാരും വരാറേ. നീ ഒന്ന് വേഗം ക്രിക്കറ്റ് വെക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തിടയില്ല. അയ്യോ ചേച്ചി, എനിക്ക് 3-4 പേരെ വിളിക്കണായിരുന്നു. യമുന ഇറങ്ങിന്ന് പോയി നോക്കി. അത് ഞാൻ നോക്കാവട്ടെ. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ? തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 എന്നാ വെക്കട്ടെ. ഹലോ മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, TV, ഫോണ് എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ എം ഗോപകുമാർ. ചന്ദ്രു. ഞാൻ വീരവിക്രമ പിള്ള, ഇവരുടെയൊക്കെ അമ്മയുടെ അച്ഛൻ. കലാകൃതനാടേ. യമുനയുടെ മാമി സന്താനവല്ലിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനവല്ലി ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാനാ. പെണ്ണേ, ഞാൻ കണ്ടേ 6 പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു.
ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്, കാണാപ്പാടാ പറയട്ടെ. മാഡം പ്ലീസ്. ഓക്കെ. ചേച്ചി നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്. വലിയ ആളെ അവന് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂല്ലേ ഞാൻ? അതിന് ഞാൻ എന്ത് വിളിച്ചു? ചേച്ചി വേഗം. തരൂല്ല എന്ന് പറഞ്ഞാൽ തരൂല്ല. കൊടുത്തേക്ക് കൗസു. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോടതിയിൽ ക്ലാർക്കാണ്. പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് എൻ ആക്ടർ. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. சாரிங்க, நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் டுகெதர்க்காக. எல்லாரும் சோஷியல். അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി ഗണേശനെ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്തത് തരാതത് കേട്ടത് കിടക്കാതത്. சரி சரி, நான் டைரக்டர் சார் கிட்ட சொல்றேன். உங்க மிஸ்ஸஸ் எங்க? നെക്ലസ് മാറണ്ടേ? என்ன? നെക്ലേറ്റ്, ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്ക് ചോക്ലേറ്റ് വിതരണമുണ്ടേ. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? இல்ல. ஆமா, இதெல்லாம் எங்களுக்கு யூஸ்ஃபுல். உங்களை மாதிரி ஹவுஸ் வைஃப்க்கு தேவையா? ചേട്ടൻ എപ്പോഴും ബിസിയല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോടതിയിൽ ലീഡിംഗ് അഡ്വക്കേറ്റാ. പേരെന്ന? രേഷ്മ രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിലിട്ട പേരാ. പഠിക്കാൻ ബഹും എടുക്കരാ. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. ആ മക്കള് പോയി കളിക്ക്. അതാ പിന്നെ ഇത് அட, எல்லா ஃபிலிம் மேகசின்ஸும் இருக்கே. இதெல்லாம் நீங்க படிப்பீங்களா? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമ ക്രൈസ് ഉള്ളവരാ. அட, ஏன் போட்டோ? ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ടുണ്ട്. ரிப்போர்ட் இவ்வளவு சீக்கிரமா வந்திருக்கே. எனக்கு மலையாளம் அறியில்ல, கொஞ்சம் படிச்சு சொல்றீங்களா? വായിക്ക്. என்னாச்சு? ഇല്ല, ഒന്നുമില്ല. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 പവർ. ഞാൻ വായിക്കാം. വരൂ, ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ஓகே, வாங்க. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. 5 കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, நீங்க ஹிந்தி வாத்தியாரா? വൈദ്യരല്ല, ഹിന്ദി മാഷ. நீங்க எல்லாருமே ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ. പക്ഷെ ഒരു കണ്ടീഷൻ, എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്. ആ, പ്രേംശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആ ബഹുത് സുന്ദർ ഹൈ. Is it? Thank you for the compliment. நீங்க ரொம்ப romantic. Yes, I mean it. உங்க സംസാരമോ beautiful. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയിപ്പോയി. அந்த സംസാരം ഇല്ല, സംസാരം മനവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിൻസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ From തുടങ്ങേണ്ടത്. tomorrow. ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. യമുനെ, ഉങ്ക കുഴந்தைங்களா? 2 കുട്ടികളെ ഉള്ളൂ. അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. I don't agree with you. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഇത് ഉങ്ക കുഴந்தைங்க தானே? അതെ, ഏയ്, അല്ല, അനാഥ കുട്ടികളാ. ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാ അമ്മാന്നേ വിളിക്കൂ. பாவம், இந்த 3 பேரும் ஆர்ஃபன்ஸா?
അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്.